ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ കൂന്തൽ റോസ്റ്റ്. നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാൻ പോയാലും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത്, അതേപോലെ കുറച്ച് പച്ചമുളകും 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റുക. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സവോളയും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക കേട്ടോ. അതായത് നമ്മുടെ കൂന്തലാണ് നമ്മളിവിടെ കഴുകി നന്നായി ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള ഒന്ന് ജസ്റ്റ് കളറ് മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റാണ്, നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, അതേപോലെ നമ്മുടെ കുരുമുളക് പൊടിയാണ് അത് ഇട്ടെടുക്കുക, ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ മീറ്റ് മസാല എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള പോലെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുരുമുളക് പൊടിയും മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ തക്കാളിയും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തക്കാളി ഇട്ടാൽ മതി, നേരത്തെ നമ്മളെടുത്ത് വഴറ്റണ്ട. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ നന്നായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമ്മുടെ കൂന്തൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂന്തൽ ആഡ് ചെയ്ത് എടുത്തിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ ഈ തക്കാളിയും അതേപോലെ തേങ്ങാക്കൊത്തും അതേപോലെ നമ്മുടെ കൂന്തൽ, ചില സ്ഥലങ്ങളിൽ കണവ എന്ന് പറയും, ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ലപോലെ മസാല പിടിച്ച് വരും കേട്ടോ. മസാല പിടിക്കുകയല്ല, മസാല പിടിച്ച് വരും. അതിന് ശേഷം നമ്മളിതേ കുറച്ച് കുരുമുളക് നന്നായിട്ടൊന്ന് ചതച്ചിട്ടിട്ട് വേണ്ട. നേരത്തെ നമ്മൾ പൊടിയാണ് ഇട്ട് ചതച്ചിട്ടിട്ടു. പിന്നെ ആവശ്യത്തിന് ഗരം മസാല വേണമെങ്കിൽ അതും കൂടി ഒന്ന് വിതറിയിട്ട് നമ്മുടെ കൂന്തൽ റോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂന്തൽ റോസ്റ്റ്. കൂന്തൽ റോസ്റ്റ്.